കേരളത്തിൽ ഏറ്റവും അവസാനം ഒരാളെ തൂക്കിക്കൊന്നത് 1991 അതായത് 35 വർഷങ്ങൾക്ക് മുന്നേ. അയാളെ വിളിക്കുന്നത് റിപ്പർ ചന്ദ്രൻ എന്നായിരുന്നു. 14 പേരെയാണ് അയാൾ കൊലപാതകം ചെയ്തത്. അയാളാണ് നമ്മുടെ കേരളത്തിൽ അവസാനമായി തൂക്കുകയർ കിട്ടിയ ഒരു മനുഷ്യൻ. 2 വയസ്സുള്ള കുഞ്ഞടക്കം 6 പേരെ കൊന്നതിനാണ് ജോളി എന്ന സ്ത്രീ ജയിലിൽ കഴിയുന്നത്. അവരുടെ ഇപ്പോഴത്തെ രൂപം കണ്ടപ്പോൾ നമ്മുടെ കേരളത്തിലെ ജയിലുകളിൽ അവർക്ക് എന്തൊക്കെയാണ് ഭക്ഷണം കിട്ടുന്നത് എന്നൊന്ന് അന്വേഷിക്കാമെന്ന് വിചാരിച്ചു. നല്ല മെനു ആണ് കേട്ടോ. അതായത് ഒരു എബോ ആവറേജ് ഉള്ള ഫാമിലി കഴിക്കുന്ന ഭക്ഷണമൊക്കെ തന്നെയാണ് ജയിലിൽ 4 നേരം കുറ്റവാളികൾക്ക് ലഭിക്കുന്നത്. ഞാൻ ആ മെനു ഒന്ന് റഫായിട്ട് വായിക്കാം. ഞായറാഴ്ച ഇഡലി, ദോശ, സാമ്പാർ, ചായ. തിങ്കളാഴ്ച ചപ്പാത്തി, പരിപ്പ് കറി, ചായ. ചൊവ്വാഴ്ച ഉപ്പുമാവ്, ഗ്രീൻ പീസ് കറി, ചായ. അങ്ങനെ പോകുന്നു രാവിലത്തെ ഭക്ഷണം. ഇനി ഉച്ചയ്ക്കത്തെ നോക്കുകയാണെങ്കിൽ ഞായറാഴ്ച ചോറ്, അവിയൽ, തീയൽ, തൈര്. തിങ്കളാഴ്ച ചോറ്, മീൻ കറി, ഫ്രൈഡ് വെജിറ്റബിൾസ്, അതുപോലെ പുളിശ്ശേരി. ശനിയാഴ്ച സ്പെഷ്യൽ ആണ് കേട്ടോ. ചോറ്, തോരൻ, മട്ടൻ കറി, പുളിശ്ശേരി. വ്യത്യാസമുണ്ട്. അതായത് മീൻ കറി, മട്ടൻ കറി, അവിയൽ, തോരൻ, പുളിശ്ശേരി, സാമ്പാർ ഇല്ലാത്ത ഭക്ഷണങ്ങളൊന്നുമില്ല. ഒരു എബോ ആവറേജ് ഫാമിലി കഴിക്കുന്ന ഭക്ഷണമാണ് ജയിൽ പുള്ളികൾക്ക് കിട്ടുന്നത്. ഇനി 3 നേരമല്ല 4 നേരമാണ് ഭക്ഷണം. 4 മണിക്ക് ചായയുണ്ട്. അതുപോലെ തന്നെ വൈകുന്നേരവും ചോറ്, തോരൻ, ഇതുപോലെ തന്നെ എല്ലാ ഭക്ഷണവും വൈകുന്നേരം ലഭ്യമാണ്. അതുകൊണ്ടാണ് കുറച്ചു വർഷം ജയിൽവാസം അനുഭവിച്ച് പുറത്തിറങ്ങുന്നവരെ കാണുമ്പോൾ അയ്യോ ഇവർക്ക് എന്ത് മാറ്റം എന്ന് തോന്നുന്നത്. ഈ കഴിഞ്ഞിടയ്ക്ക് റിപ്പർ സദാനന്ദൻ എന്നൊരാള് മോളുടെ കല്യാണത്തിനായിട്ട് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് കൊലപാതക കേസിലെ പ്രതിയാണ്. അയാളെ ജയിലിൽ ശിക്ഷയ്ക്ക് വിധിക്കുമ്പോൾ പിടിച്ച സമയത്തുള്ള ഫോട്ടോ ആണ് ഈ കാണിക്കുന്നത്. അതുപോലെ തന്നെ അയാളുടെ ഇപ്പോഴത്തെ ഫോട്ടോയും. എന്ത് മാറ്റാണെന്ന് നോക്കിക്കേ. ഇനി ജയിലില് 90 രൂപ മാത്രമായിരുന്നു ജയിൽ പുള്ളികൾക്ക് അവർ ചെയ്യുന്ന ജോലിക്കുള്ള വേതനം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ സർക്കാർ 600 രൂപയാക്കി മാറ്റിയെന്നാണ് അറിയാൻ സാധിച്ചത്. അതിലെന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്നറിയില്ല. എന്നാലും 90 രൂപ നേരെ 600 ആക്കി. 10 വർഷം ജയിൽ ശിക്ഷ അനുഭവിച്ച് പുറത്തിറങ്ങുന്ന ഒരു മനുഷ്യൻ അത്യാവശ്യം നല്ലൊരു എമൗണ്ട് സേവ് ചെയ്തു വെക്കും. ഒരു കുടുംബത്തിലെ ഏതെങ്കിലും ഒരു മനുഷ്യനെ അല്ലെങ്കിൽ ഒരു സ്ത്രീയെ, അവരുടെ കുട്ടികളെ ഒക്കെ ആയിരിക്കും ഇവർ കൊലപാതകം ചെയ്തും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആക്രമണം കാണിച്ചുമാണല്ലോ ഇത്രയും കൊല്ലം ജയിൽ ശിക്ഷ അനുഭവിക്കുന്നത്. ഈ മരിച്ചുപോയ ആളുകളുടെ കുടുംബങ്ങൾ ഈ കേസിന് പുറകെ ഒരുപാട് നടന്ന് ഒരുപാട് പൈസ ചെലവാക്കിയിട്ടൊക്കെ ആയിരിക്കും ഇവർക്കൊരു എന്തെങ്കിലും ഒരു ശിക്ഷ വാങ്ങിക്കൊടുക്കുന്നത്. അവർക്കുള്ള നീതി എവിടാണ്? അവരുടെ കുടുംബത്തിൽപ്പെട്ട ഒരാളാണ് മരിച്ചിരിക്കുന്നത്. പക്ഷേ പ്രതിയാണെന്ന് വിധിക്കപ്പെട്ട ആൾ ജയിലിൽ ശിക്ഷ അനുഭവിക്കുമ്പോൾ അവർക്ക് നല്ല ഭക്ഷണം, താമസം, ഇനി എന്തെങ്കിലും അസുഖമുണ്ടെങ്കിൽ ഡോക്ടേഴ്സ് ഉണ്ട്. അവരുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറുന്നുണ്ട്. അവർക്ക് ബാത്റൂമിൽ പോകാനും കുളിക്കാനും ഒക്കെ പ്രൈവറ്റ് ആയിട്ടുള്ള സ്പേസും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പൊ സത്യത്തിൽ പിന്നെ അവർക്ക് എന്താണ് ശിക്ഷ ലഭിക്കുന്നത്?